ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നതയെന്ന സൂചന. തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ ഇന്ത്യ സഖ്യ പാർട്ടികൾ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഇന്ത്യ സഖ്യത്തിൽ വലിയ ഭിന്നതകൾക്ക് രൂപപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ വന്നിരിക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളായ സമാജ്വാദി പാർട്ടി, അതോടൊപ്പം തന്നെ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, കൂടാതെ തൃണമൂൽ കോൺഗ്രസ് ഇവരെല്ലാം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഉദ്ധവ് താക്കറെയുമായി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഒരു പരസ്യമായിട്ടുള്ള പിന്തുണ എന്തായാലും ഉദ്ധവ് താക്കറെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ വലിയ തരത്തിലുള്ള പോര് നടക്കുന്നുണ്ട്. കാരണം ആം ആദ്മി പാർട്ടി സർക്കാരിന്റെ അഴിമതിക്കെതിരെ നടത്തിയ യാത്രയിൽ രാഹുൽ ഗാന്ധിയെ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ആ ഒരു നീക്കത്തിൽ നിന്നും വിട്ടുനിന്നു. കാരണം ഒരു ദേശീയ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ദേശീയ നേതൃത്വ താല്പര്യം അനുസരിച്ചല്ല കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പ്രവർത്തിക്കുന്ന വിമർശനം നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഒരു ത്രികോണ മത്സരത്തിന് ഡൽഹിയിൽ കളമൊരുങ്ങുമ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രംഗത്തുള്ളത്. 70 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം അത് വലിയ തെറ്റാണെന്ന് പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഡൽഹി നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു തെറ്റ് ഇനി ആവർത്തിക്കൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആം ആദ്മി പാർട്ടിയുമായി ഇനി ഒരു സഖ്യത്തിനില്ല എന്ന വ്യക്തമായ ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവിയെ തന്നെ നിശ്ചയിക്കുന്നതാകും. കാരണം 2015 ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പക്ഷേ ഇത്തവണ അത് വിധി നിർണ്ണയിക്കുന്നത് 3 പാർട്ടികൾക്കും, BJP-ക്കും കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചരണവുമായി 3 പാർട്ടികൾ ഇപ്പോൾ രംഗത്തുണ്ട്. ആം ആദ്മി പാർട്ടിക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചാൽ കോൺഗ്രസും ഇപ്പോൾ രംഗത്തുള്ളത്.